പലപ്പോഴായി നമ്മൾ തമാശയ്ക്ക് പറയാറുള്ളതാണ് നിയമങ്ങൾ ലംഘിക്കാനുള്ളതാണ് എന്നുള്ളത്. എന്നാൽ 1980കളിൽ നൈക്കി എന്ന ബ്രാൻഡ് NBA ഒരു റൂൾ ലംഘിക്കുകയും പിന്നീട് അതൊരു ചരിത്രമാവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു? 1980കളിൽ NBA ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റിലുണ്ടായിരുന്ന ഒരു റൂളായിരുന്നു കളിക്കാർ ധരിക്കുന്ന ഷൂകളിൽ 51% വൈറ്റ് ആയിരിക്കണമെന്നുള്ളത്. 1984 നടന്ന ഒരു മാച്ചിൽ നൈക്കി അവരുടെ ബ്രാൻഡ് അംബാസഡറായിരുന്ന മൈക്കിൾ ജോർദാനെ വെച്ച് ഈ റൂൾ തെറ്റിച്ചുകൊണ്ട് ബ്ലാക്ക് ആൻഡ് റെഡ് നിറത്തിലുള്ള ഒരു ഷൂ ധരിപ്പിച്ച് കളിക്കളത്തിലിറക്കി. മറ്റ് കളിക്കാരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന മൈക്കിൾ ജോർദാന്റെ ഷൂ ടിവിയിലൂടെ കണ്ട കാണികൾ ഈ ഷൂ ശ്രദ്ധിക്കുകയും നൈക്കിക്ക് ഒരു ഫ്രീ പ്രൊമോഷൻ ഉണ്ടാക്കുകയും ചെയ്തു. NBA റൂൾ തെറ്റിച്ചതിൻ്റെ പേരിൽ ഒരു ലെറ്റർ നൈക്കിക്ക് ലഭിക്കുകയും $5000 ഫൈനും അവർ ഈടാക്കുകയും ചെയ്തു. നൈക്കി ഈ സാഹചര്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുകയും എയർ ജോർദാൻ എന്ന പേരിൽ ഈ റൂളിനെതിരെ അവരുടെ പ്രൊഡക്റ്റ് ഹൈലൈറ്റ് ആക്കിക്കൊണ്ട് ഒരു മാർക്കറ്റ് ക്യാമ്പയിൻ തുടങ്ങുകയും ചെയ്തു. ഒടുവിൽ 2000-ൽ NBA 51% റൂൾ എന്ന് അറിയപ്പെട്ടിരുന്ന ഈ റൂൾ എടുത്തു മാറ്റുകയും ചെയ്തു.